ഹലോ ഗൈസ്, എൻ്റെ പേര് അർജുൻ. ഞാൻ ഇന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റ് ആണ്. ഞാൻ ഇതിൻ്റെ ബാക്കി ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഇങ്ങ് ജസ്റ്റ് പോയിട്ട് വന്നിരുന്നു. റെൻഡറിൻ്റെ പ്രശ്നമാണത് ഇങ്ങനെ ആവണേ. ഇന്നത്തെ വീഡിയോയിൽ ഞാനാണെങ്കിൽ അതിൻ്റെ താരം ഫുള്ള് ഗ്രാസ് കൊണ്ടുവരുന്നതായിരിക്കും. ഒരു ശവലുണ്ടാക്കണം അതിന് നമുക്കിനി. എന്നിട്ട് നമ്മളാണെങ്കിൽ ഇങ്ങ് വന്നിട്ട് ശല്യത്തിലായപ്പോ ഞാൻ എൻ്റെ പേര് പറയാനുണ്ട്. അതേമാതിരി ഇന്ന് കുറച്ച് ആൾക്കാർ ഞാൻ വീഡിയോ എടുക്കുന്ന തുടങ്ങുമ്പോൾ തന്നെ ശല്യത്തിന് വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ഞാൻ പറയാതെ തന്നെ ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ്. നമുക്കിങ്ങനെ ഷീപ്പിനൊക്കെ കണ്ട ഇങ്ങനെ തല്ലിക്കൊല്ലണം. നമ്മളിങ്ങനെ കൊല്ലുമ്പോൾ നമുക്ക് എന്തോ ഒരു സാധനം കിട്ടും. റോ എന്നൊക്കെ പറഞ്ഞു വേവിക്കാൻ വരണ്ട. എൻ്റെ സൗണ്ട് കുറച്ച് ക്ലിയർ കാണൂല. എൻ്റെ സൗണ്ടിൽ നമുക്ക് ഇന്നത്തെ ഷീപ്പിനൊക്കെ ഹലോ ഗൈസ്, ഞാൻ എന്നെങ്കിലും ഇതിൻ്റെ മൾട്ടിപ്ലെയർ ഇടുന്നതായിരിക്കും ഈ ഗെയിമിൻ്റെ. ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും മൾട്ടിപ്ലെയർ ഉണ്ട്. നമ്മൾ മുറിച്ച മരം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സ്റ്റിക്ക് ഉണ്ടാക്കുന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് നമ്മളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ വേവിച്ചിടാം. ഇതിൻ്റെ താരം എനിക്ക് ഇത് കൊണ്ടുവരണം, ഗ്രാസ് അല്ല. അതിന് നമുക്ക് ഇനിയും 2-3 ഉണ്ടാക്കി പൈസ. എന്നിട്ട് നമ്മളാണെങ്കിൽ ചെറിയൊരു ലാഗ് കാണും. ഞാൻ ഇത് റെൻഡർ കൂട്ടിയിട്ടിരിക്കണോണ്ട് അതിനുള്ള ലാഗൊക്കെ ഇതിൽ കാണും. അപ്പൊ നോക്കി ഇതിന്ന് കുറച്ച് ഗ്രാഫിക് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി ഗ്രാഫിക് ആകുമ്പോൾ ഞാൻ മുറിച്ചതായിട്ടൊന്നും കാണൂല. നമ്മളിനി ഗ്രാഫ് എടുക്കണം. മൈൻക്രാഫ്റ്റ് ഒന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ എൻ്റെ ഈ ഗെയിമിംഗ് പ്ലേ കണ്ട് പഠിച്ചാൽ കളിക്കാൻ അറിയാവുന്നതായിരിക്കും. അങ്ങനത്തെ അടിപൊളി ഗെയിമിംഗ് പ്ലേ ആണെങ്കിൽ കുറെ ഗ്രാഫ് ഇനിയിപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ബാക്കി എടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് അധികം ഗ്രാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതും കൊണ്ട് അതിൻ്റെ താര വരെ പോകണം. എൻ്റെ ഇത്രയും ഗ്രാഫ് ഉണ്ട്. അതിൻ്റെ ഓരോ ഫുള്ള് ഞാൻ ഇതാക്കിയിട്ട് ഇങ്ങ് ഗ്രാസ് വരുമ്പോൾ എല്ലാം കാണാതെ പോലെ തന്നെ ഇടിക്കും. നമ്മളാണെങ്കിൽ ഇനി ഗ്രാസ് കൊണ്ടുപോയി വെച്ചങ്ങ് പച്ചപ്പ് വരുത്തണം. ഞാൻ ഉണ്ടാക്കി മറ്റേ സ്റ്റെയറിങ് ഉണ്ടായി മറന്നുപോയ ഇങ്ങോട്ട് ഞാൻ വിചാരിച്ച അടുക്കളന്ന് ഞാൻ ഉണ്ടാക്കി വെച്ച സ്റ്റെയറല്ലേ. ഇനി ഇതിൻ്റെ താര വരെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെയോ താര കുറച്ച് ഹാർട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. പിന്നെ നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കുന്നുണ്ട്. ടോർച്ച് പിടിക്കുമ്പില്ലേ എന്തിനാണെന്ന് അറിയാലോ. നമ്മൾ ടോർച്ച് വെച്ചിട്ട് പോയില്ലെങ്കിൽ പോണ അടുത്തെല്ലാടും ഈ ജീവികളും സ്പോണാണ്. അതായത് കുറച്ച് അയണൊക്കെ ഇങ്ങിരിപ്പുണ്ട്.
ഇതൊക്കെ ഞാൻ എടുത്തോണം പിന്നീട്. ഞാൻ ഇന്ന് അതുമല്ലാണ് ഗ്രാഫൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ ഞാൻ ചാവുന്ന് കണ്ടിട്ട് തോന്നുന്നു. അങ്ങനെ ഞാൻ വിജയിക്കണം. ഇനി നമുക്ക് ഓരൊക്കെ പോണം. എന്തിനെന്ന് വെച്ചാൽ ഫുഡ് എടുത്തിട്ട് വരാം. ഇല്ലെങ്കിൽ പാതിക്ക് വെച്ച് ഫുഡ് കഴിക്കാതെ ഇന്ന് ചത്താട്ട പോണെങ്കിൽ പിന്നെ പണിയാവും. പിന്നെ ഓരോ ഇരിക്കണം ബെഡ് താരോട്ട് കൊണ്ടുവരാൻ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ. എനിക്ക് അതിൻ്റെ താരം ഫുള്ള് ഗ്രാസൊക്കെ വരത്തണം വന്നിട്ടുണ്ട്. അതിന് നമ്മളാണെങ്കിൽ ഇപ്പം രാത്രിയാവില്ല, വേഗം ഓടിച്ചാടി പോണം. നമ്മളിനി ഓടിച്ചാടി പോണം നേരെ. അങ്ങനെ ഞാൻ അതിൻ്റെ ഓരോ എത്താറായിട്ടുണ്ട്. വല്ല ജീവികളും വന്ന് അടിച്ചു കൊല്ലും മുമ്പ് എനിക്ക് അതിൻ്റെ ഓരോ വേഗം തന്നെ എത്താൻ സ്പോണാവണമെന്നാണ് തോന്നുന്നത്. ചെറിയൊരു ലാഗുണ്ട് ഗെയിമിന്. ഇപ്പുറം FPS ഡ്രോപ്പ് ആവണതാണ് ഈ ലാഗ് അപ്പുറം. അങ്ങനെ ചാവാതെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ ഇതങ്ങ് വേവിക്കാൻ വെച്ചിരുന്ന സാധനം ഫുള്ളെടുക്കണം. നമ്മൾ ഇന്ന് കുറച്ച് സാധനം കൂടെ വേവിക്കണം. എന്നിട്ട് ഈ വേവിക്കാൻ വെച്ച സാധനത്തിനടുത്ത് കരിക്കണം. താരോട്ട് ഞാൻ എന്താ ഈ എപ്പിസോഡിൽ തന്നെ കൊണ്ടുപോകാൻ നോക്കും വെട്ട്. ആദ്യം എനിക്ക് കോബിൾ സ്റ്റോൺ എൻ്റെ കയ്യിൽ വേണം. നമ്മൾ ഈ കോബിൾ സ്റ്റോൺ വെച്ചത് പരിപാടിയുണ്ട്, താരോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനൊരു സ്റ്റെപ്പ് പോലെ ഈ സാധനമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാവില്ല. ഇനി അങ്ങ് ഓരോന്ന് ഗ്രാഫ് പടർന്ന് വരുമെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇനി നമ്മൾ അതിൻ്റെ താരോട്ട് പോകണം. നിങ്ങൾക്ക് കുറച്ച് അയയില്ല, അതൊക്കെ നോക്കി എടുക്കണം. അയം വെച്ച് നമുക്ക് കോട്ടൺ സൂട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആമറൊക്കെ എന്തായാലും നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഈ ലെവൽ വെച്ച് കോബിൾ സ്റ്റോൺ ഇടണം. ഈ ലെവലില്ല, ഈ ലെവൽ. നമ്മൾ ഈ ലെവൽ വരെ ബാക്കി എടുക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങ് കുറച്ച് അയണൊക്കെ ഉണ്ടായിരുന്നു, നമുക്കതൊക്കെ എടുക്കണം. അതിന് നമുക്ക് കുറെ ആവശ്യത്തിനൊക്കെ വാട്ടർ ബക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണം അയൺ. ഈ എപ്പിസോഡിൽ തന്നെ ഫുള്ള് ഇതിടാൻ പറ്റുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. നമുക്ക് ഈ എപ്പിസോഡിൽ ഒരു പിക്ചേഴ്സ് ഉണ്ടാക്കിയ വീഡിയോ എൻഡ് ചെയ്യാൻ ഇപ്പം അതിനുള്ളതായിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ കോള് പിക്ചേഴ്സ് ഉണ്ടാക്കിയ വീഡിയോ എൻഡ് ചെയ്യണം. ഞാൻ ഓരക്കാറ്. ഇനി നമ്മൾ എന്തൊരു ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടി വേണമെന്നില്ല ഇതങ്ങ് വെച്ച് ഇതിനെ ഉരുക്കി എടുക്കണം. അങ്ങനെ അയണെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അയൺ എടുത്തിട്ട് നമ്മളാണെങ്കിൽ
ഒരു പിക്ചർ അങ്ങനെ എൻ്റെ പിക്ചേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ ലൈക്കും സബ്സ്ക്രൈബും വേണമെങ്കിൽ ചെയ്താൽ മതി.